എല്ലാവർക്കും ഡ്രീംസ് ഓഫ് ലൈഫിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് റോസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചീനച്ചട്ടി സ്റ്റവിൽ വെച്ച് ചൂടാക്കുക. ചൂടായിട്ട് വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഈ സവാളയിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്താൽ നമുക്കത് പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ സവാള നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കുക. രണ്ടും നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് നന്നായി ഇളക്കുക. ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായി ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ഇട്ട് നന്നായി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതെല്ലാം നന്നായി ഇളക്കി മസാലയൊക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നല്ല ഗ്രേവി ആയിട്ടല്ല ഉണ്ടാക്കുന്നത്, റോസ്റ്റായിട്ടാണ്. അപ്പോൾ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഈ മസാലക്കൂട്ടിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. മുട്ട റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഈ മുട്ട റോസ്റ്റ് ചപ്പാത്തിയുടെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യുക.